ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. പേഴ്സണൽ റീഡിങ്സ് ഇപ്പം ഇല്ല, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ടാരോ ക്ലാസ് ബാച്ച് എടുക്കുന്നില്ല ഇനി ആരെയും. ഓക്കെ, കഴിഞ്ഞു, സ്റ്റോപ്പായി. ഇപ്പോൾ 1-2 ബാച്ച് നടക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഇനി അടുത്ത ബാച്ചൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും പേഴ്സണൽ റീഡിങ് ഞാൻ അറിയിക്കാം. നവംബർ ഒരു ഫസ്റ്റ് വീക്ക് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യാം, അതിന് ഞാൻ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ നമുക്കിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്, ഇന്ന് ഞാൻ നമുക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു റീഡിങ് എടുക്കാം. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് ജസ്റ്റ് നമുക്ക് നിങ്ങളെ ഒന്ന് ഇൻഡെപ്തിൽ അറിയാൻ പോലെ. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ നേച്ചറും, നിങ്ങളെങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫ് എന്താണ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്താണ് കാണിച്ചു തരുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു റീഡിങ് എടുക്കാം നമുക്ക്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങൾക്ക് സങ്കടങ്ങൾ, വിഷമങ്ങൾ എല്ലാം നമുക്ക് നോക്കാം. ഓക്കെ, ഇത് കോമൺ ആയിട്ട് എടുക്കുന്നത്, പൈലൊന്നും വെച്ചിട്ടില്ല. സോ അത്ര ഫുള്ളായിട്ട് റെസനേറ്റ് ആവണമെന്നില്ല, ബട്ട് എന്നാലും നോക്കാം നമുക്ക്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ ഗൈഡൻസ് തരുന്നത് എന്ന രീതിക്ക് നോക്കാം. ഓക്കെ, നിങ്ങളെപ്പറ്റി 7 of Wands, 3 of Cups, Knight of Swords energy, 7 of Cups, 10 of Pentacles. Good. Oh, nice. 9 Hermit, High Priestess. ഓക്കെ, ജഡ്ജ്. എനിക്ക് തോന്നി ഏതെങ്കിലും മേജർ ആർക്കാനോ വരുന്ന എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു, അത് തന്നെ വന്നു. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മേജർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഓക്കെ, നൈസ്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇതിവിടെ 7 of Wands പറയുന്നത് നമ്മൾ ഡിഫെൻസീവ് ആവുക എന്ന് പറയാം. അതായത് അവനവനെ നമ്മൾ സ്വയം രക്ഷ ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു എനർജി നിങ്ങളുടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളല്പം ഡിഫെൻസീവായിട്ട് നിൽക്കുന്നുണ്ടാവാം, ഒരല്പം നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണിപ്പോൾ. അതുമാത്രമല്ല, ഇവിടെ വേറൊരു കാര്യം, നിങ്ങൾ ചില കാര്യങ്ങളിൽ 2 തരത്തിലെടുക്കാം. ഓക്കെ, ചിലവർക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ചില കാര്യത്തിന് അതിനു വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, എതിർപ്പുകളുണ്ട് ഒരുപാട്, പക്ഷേ എതിർപ്പുകൾ വകവയ്ക്കാതെ, അല്ലെങ്കിൽ എതിർപ്പുകളെ നിങ്ങൾ നേരിട്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് 7 of Wands പറയുമ്പോൾ നിങ്ങൾ ശരിക്കും അവനവന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻ ആവാം. ഓക്കെ, കുറച്ച് പേരും മറ്റുള്ള നിങ്ങൾ എതിർപ്പുകളെ എന്താ പറയുക, എതിർപ്പുകളെ തള്ളി നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ട്, എതിർത്ത് നിന്ന് നിങ്ങൾ അവനവൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3 of Cups ആണ്. 3 of Cups ആക്ച്വലി വളരെ നമ്മളൊരു സന്തോഷമുള്ള കാർഡാണ്, ഹാപ്പിനെസ്സിൻ്റെ കാർഡാണ്. എന്ന് വെച്ചാൽ മേ ബി നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് എന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന രീതിയിലാണ് കാണുന്നത്. സന്തോഷത്തിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതായിരിക്കാം. ഓക്കെ, അല്ല, നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരും എന്ന രീതിക്കായിരിക്കാം. നിങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നമ്മൾ പറയില്ലേ, കുറച്ചൊക്കെ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നിട്ട് അവനവന് വേണ്ടി ഫൈറ്റ് ചെയ്ത് നിന്നിട്ടും ഡിഫെൻസീവായിട്ടും ഐ തിങ്ക് നിങ്ങൾക്ക് മടുത്ത് കാണും. ഓക്കെ, നിങ്ങൾക്ക് ഇനി ആഗ്രഹം നിങ്ങളുടെ ലൈഫിൽ കുറച്ച് സന്തോഷം വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഒന്ന് റിലാക്സ് ചെയ്യണം, കുറച്ച് സന്തോഷം വേണം, നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണം, നമ്മൾ മനസ്സ് തുറന്ന് ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് വേണം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആൻഡ് അത് നിങ്ങൾക്ക് വരും എന്നുകൂടിയാണ് കാണിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ്. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് എനർജി ഉണ്ട്. നിങ്ങൾ ആക്ച്വലി ഇപ്പം എന്തും ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ എന്തിനും നേരിട്ടിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണ്, ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. എന്തെങ്കിലും ഒരു അവസരം മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ എന്തും മുന്നിൽ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ അതിനു വേണ്ടി എന്തും നിങ്ങൾ ചെയ്യും എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. 7 of Cups ഓപ്ഷൻസ് ആണ്. അഗെയിൻ ഞാൻ പറഞ്ഞു, അവസരങ്ങൾ എന്ന് പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടാവാം. ആൻഡ് ആ അവസരങ്ങൾ നിങ്ങൾ
നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ചില സമയത്ത് ദാറ്റ് എന്ത് ഞാൻ ചെയ്യണം എന്ന രീതിക്ക് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഓപ്ഷൻസ്, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ടാവും, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് മെയിൻലി ഫൈനാൻസിൻ്റെ കാര്യത്തിലാണ് എനിക്ക് കാണുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസ് ജോലിയുടെ, കരിയറിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ലൈഫിൽ നിങ്ങൾക്ക് ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുന്നുണ്ട്. അതിൻ്റെ അതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളെ തന്നെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ, അതിനുവേണ്ടി നിങ്ങൾ നിലകൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ തുറന്നു വരുന്നത്. നിങ്ങൾ അവനവനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവനവനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് വരുന്നത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. സോ അവിടെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് തീരുമാനിക്കാനുണ്ട് ദാറ്റ് എന്തിനാണ് ഇപ്പം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്തിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ഞാൻ പിന്നേക്ക് മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് തീരുമാനം എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വഴികൾ നിങ്ങൾക്ക് ഓപ്പൺ ഉണ്ടെങ്കിൽ അതിലേത് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് കാര്യത്തിൽ ഞാൻ ചെയ്യണം എന്ന രീതിക്ക് കുറച്ചൊന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കുക. ഏതാണ് വേണ്ടത്, ഏതാ ഇമ്പോർട്ടൻ്റ്, ഏതാ നല്ലത് എന്നൊക്കെ നിങ്ങളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. കാരണം ചിലത് നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. ഓപ്പർച്യൂണിറ്റീസ് വരും. നമ്മളെപ്പോഴും അവനവന് വേണ്ടി നമ്മൾ അവനവനെ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂണിവേഴ്സ് തുറന്നു തരും. ആൻഡ് ആ തുറന്നു തരുന്ന പക്ഷേ ചിലതായില്ല നിങ്ങൾക്ക് നല്ലതായിരിക്കില്ല. യൂണിവേഴ്സ് ചെറിയ ചെറിയ ടെസ്റ്റൊക്കെ ഇടും നിങ്ങൾക്ക്. സോ അപ്പോൾ നിങ്ങൾ നല്ലോണം ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ഓവറോൾ അബണ്ടൻസ് എനിക്ക് കാണുന്നുണ്ട്. ഫാമിലി ഹാപ്പി ഫാമിലി, സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക. ഫൈനാൻഷ്യലി നിങ്ങളൊരു സ്റ്റെബിലിറ്റി വരിക നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് കുടുംബത്തിനെ നല്ല രീതിക്ക് നോക്കാൻ സാധിക്കുക. എല്ലാവർക്കും വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് നിങ്ങളുടെ ഒരു ലൈഫ് നിങ്ങൾക്ക് സെറ്റിലാക്കുന്ന തരത്തിൽ നിങ്ങൾക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് ഞാൻ പറഞ്ഞു. ആ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കൊരു അബണ്ടൻസിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇത് സിമ്പിളായിട്ട് വന്നൊന്നുമല്ല. അത് ഞാൻ പറയാം. നിങ്ങളുടെ ഈ ഒരു അബണ്ടൻസ് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ എത്താൻ പോകുന്നു എന്നാണ് പറയുന്നത്. അധികം വൈകാതെ നിങ്ങൾ അതിലേക്ക് എത്തും എന്ന് തന്നെയാണ്. പക്ഷെ ആ ഒരു അബണ്ടൻസിലേക്ക് നിങ്ങൾ എത്താൻ, ഈ ഒരു സ്റ്റാൻഡ് എടുക്കാൻ, നിങ്ങൾ അവനവനെ പ്രയോറിറ്റി വെക്കാൻ, അവനവനെ മുൻപിൽ നിർത്താൻ നിങ്ങൾ ഐ തിങ്ക് അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിച്ചതല്ല. നിങ്ങളത് മെല്ലെ യൂണിവേഴ്സ് നിങ്ങളെ അങ്ങനെ തയ്യാറാക്കി എടുത്തതാണ് എന്ന് പറയാം. ഇവിടെ ഹെർമിറ്റ്, ഹൈ പ്രീസ്റ്റസ്, ജഡ്ജ്മെന്റ്, ജസ്റ്റിസ്, 4 മേജർ ആർക്കാനാണ്. മേജർ ആർക്കാന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ മേജർ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങളെ സ്പിരിച്വലി ഉയർത്തി, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സ്പിരിച്വലി നിങ്ങളെ കുറേ അവയർനെസ്സിലേക്ക് കൊണ്ടുവന്നു. ലൈഫിനെ നിങ്ങൾ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ നിങ്ങളെ കാണാൻ തുടങ്ങി എന്നാണ്. നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ വലിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷനോ കാര്യങ്ങളോ ചെയ്ത് കാണാം, പ്രാർത്ഥനകളോ അങ്ങനത്തെ കാര്യങ്ങളോ യൂണിവേഴ്സിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിച്ച് കാണാം. ആൻഡ് ഇവിടെ സൈലൻ്റ് ആയ മട്ടിലാണെങ്കിൽ ഈ 2 കാർഡും ഓൾമോസ്റ്റ് സൈലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. സീക്രട്ടീവ് ആവുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മാത്രമല്ല നിങ്ങൾ അവനവനിലേക്ക് കുറച്ച് ഉൾവലിയുന്ന പോലെയാണ്. ആൻഡ് അത് നല്ലതാണ്. ആ സംഭവിച്ചിരിക്കുന്ന നല്ല കാര്യമാണ്. കാരണം നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കൂടുതൽ നിങ്ങൾ അവനവനോട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സുമായിട്ടും കണക്ട് ചെയ്യും എന്നാണ് പറയുക. സോ നിങ്ങൾ കുറേ കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ട്. എന്താണ് നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു കർമ്മയുടെ കാര്യമായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ ആയാലും നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അതിനെല്ലാം നിങ്ങളെടുത്ത് അനലൈസ് ചെയ്യുന്ന പോലെയാണ്. അതിനെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പോലെ, ഞാൻ ഇത്രയും കാലം ഞാൻ എന്താണ് ചെയ്തത്, ഇനി മുന്നോട്ട് എനിക്ക് എന്താ വേണ്ടത്, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എൻ്റെ സോള് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന പോലെയാണ്. അതിനുവേണ്ടി നിങ്ങൾ സ്പിരിച്വലി നിങ്ങളെ ഒരുപാട് ഒരു മാറ്റങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് ഇപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ തനിച്ചിരിക്കുന്ന ഒരു ഫേസ് ആണെങ്കിൽ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ മേ ബി ഫ്രണ്ട്സൊക്കെ ഇല്ലാതെയായി കാണാം. നിങ്ങളെ മുൻപ് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടും നിങ്ങൾ അകൽച്ച വന്ന് കാണും. പലരുമായിട്ടും നിങ്ങൾ അകന്ന് നിൽക്കുന്നുണ്ടാവും. ഫ്രണ്ട്സ് ആയാലും ബന്ധുക്കളായാലും നിങ്ങൾ എന്താ പറയുക, ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ ചിലപ്പോൾ അവർ പോലും ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയി കാണാം. ഇവിടെ നിങ്ങളൊരു ഒറ്റപ്പെട്ട പോലെ, പക്ഷെ അതൊരു വിഷമത്തിൻ്റെ അല്ല. നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഹെർമിറ്റ് ഫേസിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അവനവനെ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. ആൻഡ് ഇവിടെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊരു ഡിവൈൻ എനർജിയാണിത്. സ്പിരിച്വൽ എനർജിയാണിത്. ആ സ്പിരിച്വലി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വർദ്ധിക്കുന്നതായിട്ട് ഒക്കെയാണ്. ആൻഡ് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യമാണ്. സ്പിരിച്വൽ നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന പോലെ കുറച്ച് പേര് മേ ബി എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടാവാം, സ്പിരിച്വൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവാം. അതിലൊക്കെ നിങ്ങൾ ഒരുപാട് ഇൻവോൾവ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ആ ഒരു എനർജിയിൽ നിങ്ങൾ ഐ തിങ്ക്
എന്താ ഈ പാസ്റ്റിനെ നിങ്ങൾ നല്ലോണം അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചെയ്ത കാര്യങ്ങൾ, അത് നിങ്ങളെങ്ങനെ ഇപ്പം നിങ്ങൾ എത്തി നിൽക്കുന്ന നിമിഷത്തിന്, ഓക്കെ ഓക്കെ, നമ്മൾ ഈ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എത്താനുള്ള ഒരു റീസൺ അല്ലേ. സോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് തെറ്റ്, ഞാൻ മുമ്പ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ ശരിയുണ്ടായിരുന്നു, എന്തൊക്കെ തെറ്റുണ്ടായിരുന്നു, എന്തൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും, എന്ത് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയാണ്. ആൻഡ് അത് നിങ്ങളെ മുന്നോട്ട് ഗൈഡ് ചെയ്യാനാണ്. ആക്ച്വലി ജഡ്ജ്മെൻറ്റ് ആൻഡ് ജസ്റ്റിസ് ഉണ്ട്. സോ ന്യായം എന്ന രീതിയിലാണ് ഇത്. ശരിക്കും നമ്മുടെ കർമ്മ ക്ലിയർ ചെയ്ത് വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കർമ്മകൾ ക്ലിയർ ആവുകയാണ്. ആൻഡ് നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കുന്ന പോലെയാണ്, ചില ലെസൺസ് പഠിക്കുകയാണ്. നിങ്ങൾക്ക് ന്യായം ആക്ച്വലി കിട്ടാൻ തുടങ്ങും ഇനി. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു മാറ്റം നിങ്ങളിൽ സംഭവിക്കുമ്പോൾ, ഓക്കെ, നിങ്ങൾ ഒന്നും വേണ്ട, ഫസ്റ്റ് ബാക്കി എല്ലാ കാഴ്ചയും വിട്ടുകൾ നിൽക്കും. ഫസ്റ്റ് കാർഡ് തന്നെ നിങ്ങൾ അവനവനെ വേണ്ടി സ്റ്റാൻഡ് എടുക്കുക. നിങ്ങളെ തന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഏറ്റവും നല്ലത്, നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ സോളിൻ്റെ ഗ്രോത്തിന് നല്ലത് അവിടേക്ക് നിങ്ങളെ എത്തിക്കും. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരും, അങ്ങനെ പറയാം. ഓക്കെ, സോ ഇവിടെ ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് രണ്ടും പറയുന്നത് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക്, ഓക്കെ, നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരാൻ തുടങ്ങും. ഇനി അതിന് സമയമായി എന്ന് പറയാം, ഡിവൈൻ ടൈമായി എന്ന് പറയാം. സോ ഒരു പോയിന്റ് വരും അല്ലേ, നമ്മൾ ഇത്രയും കാലം ചെയ്തതിന് നമ്മുടെ കർമ്മയുടെയൊക്കെ ഫലമായിട്ട് അത് നല്ലതാണ് വരുന്നത്, അല്ലാണ്ട് മോശമല്ല. ഓക്കെ, സോ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിച്ച ജസ്റ്റിസ്, ന്യായം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇതെല്ലാം യൂണിവേഴ്സ് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇതെവിടെയോ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ ഒരു പാർട്ടായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ സ്പിരിച്വലായിട്ട് നിങ്ങൾ കുറേ മാറ്റങ്ങൾ നിങ്ങളിൽ വരുന്നുണ്ടാവും. നിങ്ങൾ പ്രാർത്ഥന, മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു നമ്മൾ ആത്മാവ് എന്താണ്, സോൾ എന്താണ്, സോൾ പർപ്പസ് എന്താണ് എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ആൻഡ് അതെല്ലാം നിങ്ങൾ അവനവനെ തന്നെ നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് പേടികളുണ്ടോ, എന്തെങ്കിലും മാറ്റാനുണ്ടോ, എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾ, ഇതുവരെ ചെയ്തത് എല്ലാത്തിനെയും നിങ്ങൾ എടുത്തൊന്ന് അനലൈസ് ചെയ്യുന്ന സമയമാണ്. കുറച്ച് തനിച്ചായി പോയ പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ അത് ആ ഒരു സമയം നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുള്ളൊരു സമയമാണ് നിങ്ങൾക്ക്. നമ്മൾ ആരും ഇല്ലാതെ ആകുമ്പോൾ, ചുറ്റും ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ആകുമ്പോൾ ശരിക്കും എന്താ ഉണ്ടാവുന്നത്, നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അവനവനോട് തന്നെ സംസാരിച്ചു തുടങ്ങും. ഓക്കെ, അവനവനെ തന്നെ നമ്മളൊന്ന് വിശകലനം ചെയ്തു തുടങ്ങും, അവനവനെ മനസ്സിലാക്കി തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി ഏറ്റവും നല്ല ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 2 of Swords ഉണ്ട്. 2 of Swords പറയുന്നത് നിങ്ങൾ ഇതുവരെ ഐ തിങ്ക് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ മുമ്പിൽ 2 പാത തുറന്നു കിട്ടുമെന്നും പറയാം. നിങ്ങളൊരു ചോയ്സ് എടുക്കേണ്ടി വരും. ഇനി മുന്നോട്ട് എന്താ വേണ്ടത് എന്ന രീതിക്ക്. അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ കൺഫ്യൂഷൻ ആയിരുന്നെങ്കിൽ അത് മാറിക്കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്നാണ്. ആൻഡ് ഇവിടെ വിക്ടറിയാണ് നിങ്ങൾക്ക് ഫൈനൽ കാർഡ്, നിങ്ങൾക്ക് വിക്ടറിയാണ് കാണിക്കുന്നത്. ഓക്കെ, 6 of Wands നമ്മുടെ സക്സസിൻ്റെ കാർഡാണ്, റെക്കഗ്നീഷൻ്റെ കാർഡാണ്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും നേടിയെടുക്കുക, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, നിങ്ങളുടെ ഒരു വിന്നിങ് എന്ന് പറയില്ല, ആ ജയം മറ്റുള്ളവർ കൂടി ആഘോഷിക്കുന്ന തരത്തിലാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ മുമ്പിൽ മാനിക്കപ്പെടും, നിങ്ങളെ ആഘോഷിക്കും എല്ലാവരും എന്ന് പറയാം. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ആഘോഷിക്കും. കുറച്ച് പേർക്ക് ശരിക്കും ഇതൊരു നല്ല ഒരു ടൈം തന്നെ ആയിരിക്കാം. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന, അതായത് മേ ബി എന്തെങ്കിലും സ്പീക്കർ, മോട്ടിവേഷൻ സ്പീക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ വർക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നോ, ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് കാണും. ആൻഡ് നിങ്ങൾ ജയിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, നിങ്ങളുടെ സക്സസ് എനിക്ക് കാണുന്നുണ്ട്, സെലിബ്രേഷൻ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ യൂണിവേഴ്സ് അതാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആൻഡ് അത് വന്നതും ഞാൻ പറഞ്ഞു, ഇതൊന്നും എളുപ്പത്തിൽ വരുന്ന കാര്യമല്ല. നിങ്ങൾ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചു, നിങ്ങൾ ഒരുപാട് വിഷമങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ അനുഭവിച്ചു. തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു ഫേസ്, നിങ്ങൾ അവനവനെ എപ്പോൾ ചൂസ് ചെയ്യാൻ തുടങ്ങിയോ, നിങ്ങൾ അവനവന് വേണ്ടി എപ്പോൾ ഞാനും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ എപ്പോൾ പറയാൻ തുടങ്ങിയോ, ആ സമയത്ത് എല്ലാം മാറി തുടങ്ങി. ഓക്കെ, എല്ലാം. പക്ഷെ എന്താണ്, ഇങ്ങനെ ഈ ഒരു മാറ്റം വരണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ഒറ്റപ്പെടുകയൊക്കെ ചെയ്യും. ഓക്കെ, നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ മാറ്റി നിർത്തും. മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങൾ അത്രയും ക്ലോസ് ആയവർ പോലും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അകന്നു പോകും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കോളൂ. അതായത് ഈ ഒരു സമയം മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, ആ സമയം നിങ്ങൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അവനവനെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളും എല്ലാം അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, ആൻഡ് ആ മാറ്റങ്ങളാണ് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. 10 of Pentacles അല്ലെങ്കിൽ 6 of Wands ഒക്കെ സക്സസ് കാര്യങ്ങൾ, ഫാമിലിയുടെ സപ്പോർട്ട്, ഫാമിലി നിങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആ ഒരു അവയർനെസ് വന്നാൽ മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. ഓക്കെ, എനിവേ
മെയിൻ കാർഡ് എനിക്കിവിടെ ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കർമ്മ തീരുന്ന ഒരു ഫേസ് ആവുന്നുണ്ട്. സോ ഒരു ബ്യൂട്ടിഫുൾ ബിഗിനിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ അഡ്വൈസ് ആയിട്ട്. ലോർഡ് ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി, വെരി ഗുഡ്. ഓൾമോസ്റ്റ് ഈ കാർഡ് പോലെ തന്നെ ഉണ്ട് അല്ലേ. മെഡിസിൻ മദർ, വാവ്, ഇത് ഹൈ പ്രിൻസസിൻ്റെ കാർഡാണ് കേട്ടോ, സെയിം കാർഡാണ്. ലേഡി എൻജോയ് ഗ്രോത്ത് ആൻഡ് റീപ്പ് റിവാർഡ്സ്. ഓക്കെ, നമ്മുടെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആയിട്ട് പറയാം. ഷമൻ, ട്രസ്റ്റ് ഇൻ ഹയർ ഫോഴ്സസ്. ഹാർട്ട് ഗാർഡിയൻ, ലവ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലവ്ഡ്. Wise one, grow within your current situation. Hermit card, same card. And eagle, see from highest perspective. Good. Actually ദേ ഇവിടെ വീണ്ടും ടേക്ക് ടൈം ടു റിഫ്ലക്ട്. അഗൈൻ ഹെർമിറ്റ് കാർഡിൻ്റെ ഇതൊക്കെ തന്നെയാണ്. സോ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി കാര്യങ്ങൾ എല്ലാം ഇതുവരെ നടന്ന ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒരു റിയലൈസേഷൻസ് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഓക്കെ, ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി. ഓക്കെ, ആക്ച്വലി ഇത് എംപററിൻ്റെ കാർഡാണ്. പക്ഷേ ഓൾമോസ്റ്റ് 7 of Wands ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം, ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണോ അതിനു വേണ്ടി നിങ്ങൾ സ്റ്റാൻഡ് എടുക്കാൻ തുടങ്ങൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ കൊണ്ടുവരൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ കൊണ്ടുവരൂ. ആൻഡ് ഇവിടെ ഓണർ യുവർ ഇന്നർ നോയിങ്, ഞാൻ പറഞ്ഞു ഹൈ പ്രിൻസസിനെ പോലെ ആവുക. അതായത് ഹൈ പ്രിൻസസ് എന്ന് പറഞ്ഞാൽ വളരെയധികം നോളജുള്ള വ്യക്തികളായിരിക്കും. സ്പിരിച്വൽ നോളജും പ്ലസ് നമ്മളെ പറ്റി തന്നെ അവനവനെ പറ്റി ഓക്കെ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നോളജ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും എന്ന രീതിക്കാണ്. ആൻഡ് അതൊരു മെഡിസിൻ മദർ എന്ന് പറയുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഹീലർ ആവാം നിങ്ങൾ. ഓക്കെ, ആക്ച്വലി ഹൈ പ്രിൻസസ് ഒരു ഹീലർ എന്ന രീതിക്ക് എടുക്കാറുണ്ട്. ടാരോ റീഡർ, ഹീലേഴ്സ്, അതൊക്കെ നമുക്ക് ഹൈ പ്രിൻസസിന് ഇതിൽ പെടുത്താം. ഈവൻ വേറെയും പലതും ഉണ്ട് കേട്ടോ. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ വല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് ഇവിടെ വരുന്നുണ്ട്. സോ ഹീലിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കുക. റേക്കി വല്ലതൊക്കെ ആയിരിക്കാം. മെഡിസിനാണ് പറയുന്നത്. സോ മേ ബി റേക്കി അല്ലെങ്കിൽ പ്രാണിക് ഹീലിംഗ് അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൊഡാലിറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഐ തിങ്ക് അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇന്നർ നോളജ് ഉണ്ട്. മേ ബി നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൻ്റെയൊക്കെ ആയിരിക്കാം. നിങ്ങൾ മുൻപ് അങ്ങനെ വല്ലതൊക്കെ ചെയ്ത് കാണും. സോ യെസ്, നിങ്ങൾക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു ചെറിയ ഐ തിങ്ക് ആ ഒരു ലൈനിലേക്ക് നിങ്ങൾ പോകാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹീലർ ആവാം നിങ്ങൾക്ക്. ഓക്കെ, ഹീലർ, ടാരോ റീഡർ, വട്ടെവർ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഈവൻ അല്ല, അത് മാത്രമല്ല കേട്ടോ, ഡോക്ടേഴ്സ്, ഡോക്ടർ, നേഴ്സ് അങ്ങനെയൊക്കെ ആവാം, പറയാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ, ചിലപ്പോൾ ജസ്റ്റ് കൗൺസിലേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളും ആയിരിക്കാം. കുറച്ച് പേർക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഹീൽ ചെയ്യുക, സംസാരിച്ച് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. ലേഡി എൻജോയ് ഗ്രോത്ത് ആൻഡ് റീപ്പ് റിവാർഡ്സ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു അബണ്ടൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഫൈനാൻഷ്യലി അബണ്ടൻസ് വരുന്നുണ്ട്. നിങ്ങൾക്കത് കരിയറിലായാലും ജോലി എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുക, ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ സ്റ്റേബിളായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഒരു സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഇവിടെ ട്രസ്റ്റ് ഇൻ ഹയർ പവർ എന്ന് പറയുന്നത്, സോ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, എന്ത് തന്നെ സംഭവിച്ചാലും, അതിൽ മോശം സംഭവിച്ചാൽ പോലും അതിലെന്തെങ്കിലും കാര്യം ഉണ്ടാവും. അത് നിങ്ങളെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങളതിൽ നിന്ന് പഠിക്കാനുണ്ടാവും എന്തെങ്കിലും. സോ ട്രസ്റ്റ് ഇൻ യൂണിവേഴ്സ് ഫസ്റ്റ് ഓഫ് ഓൾ. ലവ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലൗഡ് എന്ന് പറയുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ അർഹനാണ് എന്ന് നിങ്ങൾ സ്വയം പറയുക. ഓക്കെ, നിങ്ങൾ അങ്ങോട്ടും എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കുക. അത് ഒരാളുടെ, ഒരു വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്, റിലേഷൻഷിപ്പിൻ്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങളെല്ലാവരെയും ഒരേപോലെ നിങ്ങൾ സ്നേഹിക്കുക അങ്ങോട്ട്. നിങ്ങൾക്ക് സ്നേഹം തിരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ വൈസ് വൺ, ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി ഒരു റിലേഷൻഷിപ്പ് വരുന്നുണ്ടാവാം, അതും പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് പേർക്ക് നിങ്ങൾ ജെനുവിനായ ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ വരും. ഗ്രോ വിത്തിൻ യുവർ കറൻറ്റ് സിറ്റുവേഷൻ. എന്ത് തന്നെ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ എന്തായാലും ശരി, എത്ര നിങ്ങളതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും ശരി, ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടി കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, പ്രാക്ടീസ് അല്ല, നിങ്ങൾ അതിൽ മാക്സിമം ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ആൻഡ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, ഓരോ കാര്യം ചെയ്ത് സിറ്റുവേഷനെ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിനെ ഫേസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇവിടെ ഈഗിൾ, സീ ഫ്രം ഹയർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടെങ്കിലും ശരി, ഓക്കെ, അതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്, അതിനൊരു റീസൺ ഉണ്ട്, അതിനൊരു കാരണമുണ്ട്. നിങ്ങളെ മാറ്റിയെടുക്കാൻ, നിങ്ങളെ ബെറ്റർ ആക്കാൻ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് നിങ്ങളെ കൊണ്ടുവരാൻ, എന്തും നേരിടാൻ നിങ്ങൾക്ക് പറ്റും. ആൻഡ് മറ്റുള്ളവരെ കൂടി ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയാണ് നിങ്ങളുടെ ഒരു പർപ്പസ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നത്. ആൻഡ് അതിന് പക്ഷേ നിങ്ങൾ സിറ്റുവേഷനെ കാണുമ്പോൾ എനിക്ക് പ്രോബ്ലമാണ്, എനിക്ക് പ്രശ്നമാണ് എന്ന് മാത്രം പറയാതിരിക്കുക. ഓക്കെ, ആ പ്രശ്നങ്ങൾ എന്തിനു വന്നു, അതെന്താണ് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ അങ്ങനെ ആ ഒരു രീതിക്ക് നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ.
നന്ദി, നമസ്കാരം.